ട്രെയിനിനുള്ളിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച കേസിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് കോട്ടയം റെയിൽവേ പോലീസ്. നമസ്കാരം, കോട്ടയം റെയിൽവേ എസ് ആണ്. ഇന്നലെ 27/11/2024 തീയതി ഏകദേശം 3 മണിയോടുകൂടി എറണാകുളത്ത് നിന്ന് വരുന്ന പരശുരാം എക്സ്പ്രസ് പിറവം റോഡ് എത്തിയ സമയം ഈ ട്രെയിനിൻ്റെ ജനറൽ കോച്ചിൽ മധ്യലഹരിയിലായിരുന്ന 2 യുവാക്കൾ സ്ത്രീകളോടും ആ ട്രെയിനിലെ പാസഞ്ചേഴ്സിനോടും വളരെ അപമര്യാദ പെരുമാറുകയും ചെയ്ത് വിളിക്കുകയും ചെയ്യുന്നത്. ആ ട്രെയിനിൽ തന്നെ യാത്രയിലുണ്ടായിരുന്ന ഒരു യുവതി തിരുവനന്തപുരം കൺട്രോൾ റൂമിൽ വിളിച്ചു പറയുകയെ തുടർന്ന് കോട്ടയത്തെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ ജോലി ചെയ്തിരുന്ന അനിൽകുമാറും എറണാകുളത്തെ CPO അനീഷും ആ ട്രെയിൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അന്ന് അനിൽകുമാറിനെ കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു ബഹളം നടക്കുന്നതായിരുന്നു. അപ്പോൾ ട്രെയിൻ പിറവം റോഡ് വിട്ട് മൂവ് ആയി തുടങ്ങിയിരുന്നു. ഏറ്റുമാനൂർ വന്നപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ വന്ന് ഈ ജനറൽ കോച്ച് അറ്റൻഡ് ചെയ്തു. അന്നേരം മദ്യലഹരിയിലായിരുന്ന 2 യുവാക്കൾ, ഒരാളുടെ പേര് സ്റ്റെഫിൻ ജോസ്, ഏജ് 21 വയസ്സ്, തമിഴ്നാടുകാരനാണ്. രണ്ടാമത്തെ ആളുടെ പേര് ജോഷുവ വർഗീസ്, തിരുവനന്തപുരംകാരാണ്. ഇവർ ഈ മീൻപിടുത്ത തൊഴിലാളികളാണ്. അവർ കൊച്ചിയിൽ ഈ ജോലി കഴിഞ്ഞതിന് ശേഷം അവർ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് മദ്യലഹരിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഇവരോട് ഇതിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിനകത്ത് യാത്രക്കാരനെ ഈ സ്റ്റെഫിൻ ജോസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ അടിക്കാൻ ശ്രമിക്കുകയും അത് തടയാൻ ശ്രമിച്ച കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ അനിലിനെ മുഖത്ത് ഇടിച്ച് പരിക്ക് പറ്റുകയും നാവിക്ക് ചവിട്ടുകയും ചെയ്തു. ഉടൻ തന്നെ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ ഉടനെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വിവരം അറിയിച്ചു. പ്ലാറ്റ്ഫോമിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ ആ ട്രെയിനിൽ നിന്ന് ഇറക്കി മെഡിക്കൽ പരിശോധന നടത്തി. അതിനുശേഷം അനിൽ ജില്ലാ ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് നേടി ഇപ്പോഴും അവിടെ മുഖത്ത് പരിക്ക് പറ്റിയ സ്കാനിങ്ങിന് പോയിരിക്കുകയാണ്. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാണ്. ഈ ട്രെയിനിനുള്ളിൽ ഇതുപോലെ ഈ മദ്യലഹരിയിലായ യുവാക്കൾ ഈ പാസഞ്ചേഴ്സിനോടും സ്ത്രീകളോടും ഒക്കെ അപമര്യാദ പെരുമാറുന്നത് നിരന്തരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആയത് തടയുന്നതിന് ആവശ്യമായ നടപടികൾ റെയിൽവേ പോലീസ് സ്വീകരിച്ചു വരികയാണ്. ശക്തമായ നടപടിയെടുക്കും. കോടതി ഹാജരാക്കി നിയമത്തിന്റെ എല്ലാ വകുപ്പുകളും നോക്കി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഡ്യൂട്ടി തടസ്സപ്പെട്ടിട്ടുള്ള എല്ലാ സെക്ഷനും ഇട്ട് ഈ പ്രതികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു.